വനിതാ ദിനത്തിൽ കേരളത്തിൽ ആദ്യത്തെ വനിതാ പഞ്ചവാദ്യ സംഘം അരങ്ങേറ്റം ഞായറാഴ്ച നടക്കും. എടപ്പാൾ സോപാനം പഞ്ചവാദ്യ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ വാദ്യകലാരംഗത്ത് ഏറ്റവും വലിയ വനിതാ മാതൃക പഞ്ചവാദ്യ സംഘത്തിന്റെ അരങ്ങേറ്റം നടക്കുന്നത്. നൂറ്റാണ്ടുകളായി പുരുഷാധിപത്യമായി കണക്കാക്കപ്പെട്ട താളവാദ്യ രംഗത്താണ് സ്ത്രീകളുടെ ശക്തമായ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നത്. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ നേതൃത്വത്തിൽ ദീർഘകാല പരിശീലനത്തിനൊടുവിലാണ് 75 സ്ത്രീകൾ ഉൾപ്പെടുന്ന മാതൃക വനിതാ പഞ്ചവാദ്യ സംഘം വാദ്യകല അവതരിപ്പിക്കുന്നത്. ചങ്ങരംകുള, എടപ്പാൾ, പൊന്നാനി, കുറ്റിപ്പുറം എന്നീ സമീപ പ്രദേശങ്ങളിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സംഘത്തിൽ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഡോക്ടർമാർ, വീട്ടമ്മമാർ, സർക്കാർ ജീവനക്കാർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ് വരുന്നത്. മദ്ദളത്തിൽ 12 പേരും തിമിലയിൽ 21 പേരും ഇടക്കയിൽ 6 പേരും അണിനിരക്കുമ്പോൾ പിന്നണിയിൽ 15 പേർ കൊമ്പും 21 പേർ ഇലത്താളത്തിലും അരങ്ങ് തകർക്കും. സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ പ്രശസ്ത വാദ്യകലാകാരൻ സന്തോഷ് ആലങ്കോട് നയിക്കുന്ന അധ്യാപക സംഘമാണ് സ്ത്രീകൾക്ക് മികച്ച പരിശീലനം നൽകുന്നത്. 8 വയസ്സുള്ള ശിവന്യ മുതൽ 74 വയസ്സുള്ള ലക്ഷ്മിക്കുട്ടി അടക്കമുള്ള 75 സ്ത്രീകളാണ് പഞ്ചവാദ്യം അവതരിപ്പിക്കുക. 70ന്റെ നിറവിലും വാദ്യരംഗത്തെത്താൻ കഴിഞ്ഞതിൽ ആത്മസംതൃപ്തിയാണെന്ന് PV വിജയലക്ഷ്മി പറഞ്ഞു. 7 വയസ്സ് മുതൽ 73-75 വയസ്സ് വരെ ഉള്ളവരുണ്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ. അപ്പം ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ ഇത് പഠിക്കലും ചൊല്ലു പഠിക്കലും ഇതൊക്കെ തന്നെയാണ് ജോലി. ഉണ്ട് എല്ലാവരിലും മാറ്റമുണ്ട്. അത് തന്നെ ഒരു ഹാപ്പി മൂഡല്ലേ ഇവിടെ വരുമ്പം, അതന്നെ മാറ്റം. ഞായറാഴ്ച രാവിലെ 9:30 എടപ്പാൾ കണ്ടനകത്ത് സോപാനം സ്കൂൾ ഓഫ് വാദ്യകല പഠന കേന്ദ്രത്തിലാണ് അരങ്ങേറ്റമെന്ന് സോപാനം ചീഫ് കോർഡിനേറ്റർ VS സൂര്യ പറഞ്ഞു. 8 വയസ്സ് മുതൽ നമ്മുടെ ഏറ്റവും പ്രായമുള്ള ചേച്ചി 73 വയസ്സാണ്. 73 വയസ്സ് വരെയുള്ള നമ്മൾ 72ഓളം പേര്, പിന്നെ ഒരാൾ ഇവിടെ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരാൾ വരുമെന്ന് പറഞ്ഞിരുന്നു. ആ കുട്ടി ലാസ്റ്റ് ആകുമ്പോഴേക്കും ജോയിൻ ചെയ്തു. പിന്നെ ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ വന്നത് നമ്മുടെ ശംഖിന് ഒരു കുട്ടി വന്നതാണ്. അങ്ങനെ ഇപ്പോൾ അറ്റ് ലാസ്റ്റ് നമുക്ക് 74 ആണ് നമ്മുടെ ഇതിൻ്റെ കൗണ്ട്. ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സ് സ്ത്രീ പ്രവർത്തകയും അന്വേഷി വിമൻസ് കൌൺസിലിംഗ് സെന്റർ പ്രസിഡന്റുമായ K. അജിത ഉദ്ഘാടനം ചെയ്യും. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അധ്യക്ഷത വഹിക്കും. കവി ആലങ്കോട് ലീലാകൃഷ്ണൻ, MLA മാരായ KT ജലീൽ, P. നന്ദകുമാർ, നോർക്ക ചെയർമാൻ P. ശ്രീരാമകൃഷ്ണൻ, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവെള്ളൂർ മുരളി, നാടകപ്രവർത്തക ശ്രീജ ആറങ്ങോട്ടുകര എന്നിവർ പങ്കെടുക്കും. തുടർന്ന് 4 മുതൽ ആറങ്ങോട്ടുകര കലാപാഠശാലയുടെ നാടകം ഇടനിലങ്ങൾ, കുചേലവൃത്തം, കഥകളിയും അരങ്ങേറും. പഞ്ചവാദ്യത്തിൽ വന്നത് അച്ഛൻ പഞ്ചവാദ്യം പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ ക്ലാസ് കാണാൻ വേണ്ടി പോയതാണ് സത്യത്തിൽ ഞാൻ. അപ്പോൾ അങ്ങനെ അച്ഛനും കൂടി താല്പര്യപ്പെട്ടിട്ട് അതിൽ തുടക്കം കുറിക്കുമായിരുന്നു. 2012 അരങ്ങേറ്റം കഴിഞ്ഞത്. പിന്നീടാണ് ആശ വീണ്ടും വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അതിൻ്റെ ഭാഗമാവാൻ എന്തായാലും വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൽ ഇൻവോൾവ് ആയത്.